കണ്ണൂർ ജില്ലയിലെ CPMന്റെ ഉരുക്കുകോട്ടയായ പയ്യന്നൂരിൽ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ഫണ്ട് വെട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ നടപടി നേരിടുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്ന വി കുഞ്ഞികൃഷ്ണനെ കൂടെ കൂട്ടാനുള്ള കോൺഗ്രസ് നീക്കമാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. CPM വിമതരെ സ്വീകരിച്ച രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന KPCC നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചാണ് പയ്യന്നൂർ മണ്ഡലം കൺവെൻഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തിയത്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർക്കെതിരെ പയ്യന്നൂരിൽ നടന്ന ആക്രമണങ്ങളിൽ വി കുഞ്ഞികൃഷ്ണന് നേരിട്ട് പങ്കുണ്ടെന്നാണ് യൂത്ത് വിഭാഗത്തിന്റെ പ്രധാന ആരോപണം. DYFI പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടിയപ്പോൾ അവർക്ക് വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിച്ചത് അന്ന് CPM നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞികൃഷ്ണനാണെന്ന് കൺവെൻഷനിൽ സംസാരിച്ച നേതാക്കൾ കുറ്റപ്പെടുത്തി. കൊടി പിടിച്ചവർക്ക് മുൻഗണനയുണ്ടായിരുന്നു. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയവരും പോലീസിന്റെ മർദ്ദനമേറ്റവരുമായി നിരവധി നേതാക്കൾ കോൺഗ്രസിലുണ്ട്. അവരെ അവഗണിച്ച് പുറത്തുനിന്ന് വരുന്നവർക്ക് സീറ്റ് നൽകുന്നത് അംഗീകരിക്കാനാവില്ല എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുഞ്ഞികൃഷ്ണനെ പോലൊരു നേതാവിന്റെ സഹായമില്ലാതെ തന്നെ പയ്യന്നൂരിൽ മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് യൂത്ത് വിഭാഗം വാദിക്കുന്നു. CPMന്റെ വോട്ട് ചോർച്ച മുതലെടുക്കാൻ കോൺഗ്രസിന്റെ തന്നെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി മതിയാകുമെന്നാണ് ഇവരുടെ പക്ഷം. വി കുഞ്ഞികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി തെരുവിലിറങ്ങുമെന്ന് യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഞങ്ങളെ കുറുവടി കൊണ്ടും വടിവാളുകൊണ്ടും കമ്പി കൊണ്ടും കമ്പിപ്പാര കൊണ്ടും ആക്രമിക്കാൻ വന്ന പ്രസ്ഥാനത്തിന്റെ പേര് DYFI എന്ന് പറയുന്ന പ്രസ്ഥാനമാണെങ്കിൽ ആ പ്രസ്ഥാനത്തിന് വെള്ളവും ആ പ്രസ്ഥാനത്തിന് വളക്കൂറും ആ പ്രസ്ഥാനത്തിന് ഈ മണ്ണിൽ നേതൃത്വം കൊടുത്തവർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന് ഒരൊറ്റ നിലപാടേ പറയാനുള്ളൂ. യൂത്ത് കോൺഗ്രസ് അത് പരസ്യമായി തന്നെ എതിർക്കപ്പെടുമെന്ന കാര്യം യാതൊരു സംശയവുമില്ല. അങ്ങനെ CPM തന്നെ പിന്തുണയ്ക്കേണ്ട ആവശ്യം ഈ പയ്യന്നൂരിലെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഇല്ല എന്ന് ഞാൻ ആദ്യം തന്നെ ഈ വേദിയിൽ വെച്ച് പറയുക. CPM വിട്ടുവരുന്നവരെ സ്വീകരിക്കാം, എന്നാൽ അവർക്ക് സീറ്റ് നൽകി പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തരുതെന്നാണ് ഇവരുടെ ആവശ്യം. DCCC നേതൃത്വവും KPCCയും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പയ്യന്നൂരിലെ കോൺഗ്രസിന്റെ ഭാവി പ്രവർത്തനങ്ങൾ. കണ്ണൂരിലെ CPM കോട്ടകളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഇത്തരം വിമത കാർഡുകൾ ഉപയോഗിക്കുന്നത് കോൺഗ്രസിന്റെ പഴയ തന്ത്രമാണ്. എന്നാൽ പയ്യന്നൂരിൽ ഇത് പാർട്ടിക്കുള്ളിലെ യുവജന വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പിന് കാരണമായതും നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാദേശിക വികാരം മാനിച്ചില്ലെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല.